മഹേഷ് പണിക്കർ ഇപ്പോ ഈ വിഷയത്തിൽ ആർക്കാണ് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് പരസ്പരം ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാം. പക്ഷേ പോറ്റി കൊണ്ടുപോയ വസ്തുക്കൾ എവിടെ എന്നുള്ളത് ഇപ്പോഴും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഉരുക്കിയതാണോ അതോ വിശിഷ്ട വസ്തുക്കൾ, ശബരിമലയിലെ പുണ്യവസ്തുക്കൾ എന്നുള്ള നിലയിൽ കൈമാറിയതാണോ എന്നത് സംബന്ധിച്ചും ഗൂഢാലോചനാ തിയറികളും ആരോപണങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അക്കാര്യത്തിൽ ആധികാരികമായൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ എല്ലാ തിയറികളും എല്ലാ തരത്തിലുള്ള വാദങ്ങളും പരിഗണിക്കുന്നുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. ഞങ്ങളെല്ലാം ഇഴകീറി പരിശോധിക്കും എന്ന ഉത്തരം ആണ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പോറ്റി ആരുടെ കാര്യക്കാരാണെങ്കിലും പോറ്റി കൊണ്ടുപോയതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനകത്ത് ഞാൻ ഈ ഫോട്ടോയുടെ വിവാദമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കി എല്ലാവരെയും നമ്മൾ എവിടെ വെച്ചാലും കാണുന്ന പോലെ അല്ല. ഇതൊരു ഇയാൾ ഈ കൂടോത്രമല്ല സാറേ കെട്ടിയത്, അത് ആക്ച്വലി ഒരു തായ്ത്ത് അല്ലെങ്കിൽ കാപ്പുകെട്ടെന്ന് പറയുന്ന ഒരു സാധനം പറയും. അത് അയ്യപ്പ പൂജയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തമിഴ്നാട്, കർണാടക ഇതിലൊക്കെ ഉള്ള ഒരു ചടങ്ങാണ്. അതായത് ഇവർ ഈ കെട്ടി വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആഴിപൂജ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ആഴിപൂജയൊക്കെ ഉള്ളതിൻ്റെ സമയത്ത് അങ്ങനെ ഒരു കെട്ടുന്നത് ഇതൊരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ, അതായത് ഞാൻ ഒരാളെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ തൊഴുന്ന പോലെ അല്ല ഈ സംഭവങ്ങൾ. അപ്പം അങ്ങനെ ഒരാളെ ഇപ്പം എവിടെ വേണേലും ആർക്കും കാണാം, തൊഴാം, സംസാരിക്കാം, ചിരിക്കാം. പക്ഷെ ഒരാളുടെ പ്രൈവറ്റ് സ്പേസ് ആയ കൈ പിടിച്ചിട്ട് കയ്യിൽ ഇപ്പോൾ ഒരു ഗിഫ്റ്റും കൊടുക്കാം, ഒരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ സ്വർണ്ണമോ ഗിഫ്റ്റും കൊടുക്കാം. അതുപോലെയല്ല, ഇത് അയാളുടെ കയ്യിൽ സ്വന്തമായിട്ട് കെട്ടിക്കൊടുക്കണമെങ്കിൽ അതിനൊരു മുൻകൂട്ടി അനുവാദമുണ്ട്. അതായത് ഇങ്ങനെ ഒരു തായത്ത് കെട്ടാനായിട്ട് ഞാൻ വരുന്നുണ്ട്, അദ്ദേഹം ഈ തായത്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, ഇത് കൊണ്ടുപോകണമല്ലോ അവിടെ. അല്ലാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ വെച്ചിട്ട് എന്നാൽ പിന്നെ ഇതൊന്ന് കെട്ടിക്കോട്ടെ ഇദ്ദേഹത്തെ. അപ്പം അതിനകത്തുള്ള ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ശബരിമലയിലെ മുഖ്യ തന്ത്രിയായി, ശബരിമല എന്ന് പറഞ്ഞ മഹാക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രിയായി ആണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ അവതരിപ്പിച്ചത് ആരാണ്? ആ അവതരിപ്പിച്ചവരിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ പോറ്റിയെ ഈ ശബരിമലയിൽ ഈ കൊള്ളയൊക്കെ നടത്താനായിട്ട് കയറ്റിയവർക്ക് അതൊരു കണക്ഷൻ ഉണ്ട് അവിടെ. കാര്യം അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു നമ്മുടെ ഈ എന്താ പറഞ്ഞാൽ അന്നത്തെ UPയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള 10 ജൻപദം എന്ന് പറഞ്ഞ വീടിനകത്താണ്, ഒരു പ്രൈവറ്റ് പബ്ലിക് സ്പേസിലല്ല, അവരുടെ വീട്ടിൽ അവിടെ ചെന്നിട്ട് അത് കെട്ടിക്കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനെയാണ് ശബരിമല തന്ത്രിയായിട്ട്. വേറൊരാൾ വന്ന് കെട്ടിക്കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റൊരു മതവിഭാഗത്തിന്റെയും ഒരു തരത്തിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സന്യാസിമാരെ കാണുക, തൊഴുമായിരിക്കും, അല്ലെ കാലി വീണായിരിക്കും, അതൊക്കെ അതുപോലെയല്ല. പേഴ്സണൽ സ്പേസിലോട്ട് കയ്യിലോട്ട് അങ്ങനെ ഒരു പൂജ. അവര് ആക്ച്വലി ഭാരതത്തിന്റെ മരുമകളാണ്. അപ്പം അങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു മറ്റ് ഫോട്ടോ പോലെ അല്ല, അതിനൊരു പ്രത്യേകമായ ഒരു ഇന്റൻഷൻ ഉണ്ട്. ആ ഇന്റൻഷൻ നമുക്ക് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് എന്ത് പറഞ്ഞാലും. പിന്നെ ഈ പോറ്റുകെട്ട സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ സ്വർണ്ണമായിട്ട് തിരിച്ചു വരാനായിട്ട് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു വ്യഗ്രത, എത്ര സ്വർണം ഇവിടുത്തെ കാണാതെ പോയിട്ടുണ്ടോ, തെളിവ് എത്ര ഉണ്ടോ, ഇപ്പൊ 4 കിലോ ആണെങ്കിൽ 4 കിലോ, അപ്പം അതിന്റെ അത്രയും ഇക്വലന്റ് കിലോ കണ്ടെത്താനായിട്ടുള്ള അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ കണ്ടെടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയല്ല, അതിനകത്ത് തീർച്ചയായിട്ടും അത് ആ സാധനങ്ങൾ തന്നെ ഇവിടുന്ന് എന്തൊക്കെ പോയിട്ടുണ്ടോ അതേ സാധനങ്ങൾ തന്നെയാണ് ഇവർ വിറ്റിരിക്കുന്നതെന്ന് ഉറപ്പാണ്. അതായത് വിഗ്രഹ കടത്തിന്റെ കഥകളും മറ്റു കഥകളും ഒരുപാട് തിയറികളും വരുന്നുണ്ടെങ്കിലും അതിന്റെ അന്വേഷണം പോകുന്ന ആ രീതിയിൽ തന്നെയാണ്. മാത്രമേ നമുക്ക് അന്വേഷണം സക്സസ്. ഈ വിഗ്രഹക്കടത്ത് തിയറി വരുമ്പോൾ നമുക്ക് പഞ്ചലോക വിഗ്രഹം ഈ പറഞ്ഞ ബാക്കി കൊണ്ടുപോയ ഇടങ്ങളിലൊന്നും പഞ്ചലോക വിഗ്രഹം ഇല്ലല്ലോ, ഉണ്ടോ? അഷ്ടദിക്പാലകരുടെ വിഗ്രഹം പഞ്ചലോഹമാണോ? അതെ, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് സ്വർണ്ണം പൂശിയതാണ്, പക്ഷെ എന്നിരുന്നാലും അത് പഞ്ചലോഹ വിഗ്രഹമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തത്. അത് വാർത്ത വിഗ്രഹമാണ്, അതിങ്ങനെ ഇതല്ല, അത് പഞ്ചലോഹമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതും വാജിവാഹനം വെള്ളിയാണ്, പക്ഷെ അതിന്റെ പുറത്ത് സ്വർണ്ണത്തിന്റെ കോട്ടിങ് ആക്കി കഴിഞ്ഞാൽ അതും പഞ്ചലോഹ വിഗ്രഹമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അവർ കച്ചവടം ചെയ്യുന്നത്. ഇതെന്തായാലും അവർക്ക് ഉരച്ചു നോക്കാനോ അങ്ങനത്തെ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കത്തില്ലല്ലോ. അപ്പം ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹം പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ മെയിൻ ദേവന്റെ വിഗ്രഹമുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ചെയ്ത വിഗ്രഹമുണ്ട്. അത് കൂടാണ്ട് അവിടെ നമുക്കൊരു ശിവേലി ബിംബമുണ്ട്. ശിവേലി ബിംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ആറാട്ടിന് പമ്പയിലോട്ട് ആറാട്ടിന് എഴുന്നള്ളിക്ക് കൊണ്ടുവന്നൊരു ശിവേലി ബിംബമുണ്ട്, അതും പഞ്ചലോഹമാണ്. അത് കൂടാണ്ട് അത് ശ്രീകോവിലിനകത്തുള്ളത്. അല്ലാണ്ട് പുറത്തുള്ള വിഗ്രഹത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കൊടിമരത്തിന്റെ മേലുള്ള വാജിവാഹനവും കൊടിമരത്തിന്റെ താഴെയുള്ള അഷ്ടദിക്കും. പക്ഷെ അത് 8 എണ്ണമാണ്. ഇവിടെ ഈ കച്ചവടം നടന്നെന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഇനി അല്ലാതെ വേറൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു എന്താ പറഞ്ഞ താന്ത്രികമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ അവരുടെ കസ്റ്റഡിയിൽ വരാവുന്ന വിഗ്രഹങ്ങൾ, അല്ലെ കാലാകാലങ്ങളിൽ അവരിവിടുത്തെ വാജിവാഹനം കൊണ്ടുപോയെന്ന് അവകാശപ്പെടുന്ന പോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം പോലത്തെ അല്ലെ മറ്റു സ്ഥലങ്ങളിലെ പുനഃപ്രതിഷ്ഠ നടന്ന പഴയ വിഗ്രഹങ്ങൾ അവരുടെ കസ്റ്റഡിയിലുള്ളത് അത് കാലാകാലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടായിരിക്കും വിൽപ്പിച്ചിരിക്കുന്നത്. ആ വിൽപ്പനയുടെ ഇടനിലക്കാരനും അതിന്റെ ദല്ലാളും ഈ പറഞ്ഞ എല്ലാവരെയും കോർത്തിറക്കാൻ പറ്റിയത്, വാങ്ങിക്കാനുള്ള ആളെയും കോർത്തിറക്കണമല്ലോ. അപ്പം അതിനകത്തൊരു ദള്ളാലായിട്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വിഗ്രഹ കച്ചവടമായിരിക്കാം ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകാം. ഈ 2 രീതിയിലുള്ള സാധ്യതയാണ് അതിനകത്ത് കാണുന്നത്. നമ്മുടെ ധാരപാലക പാളികളും അതൊന്നും ഈ വിഗ്രഹം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി വരുന്നതല്ല. അത് പക്ഷേ വിശ്വാസക്കൊള്ളയാണ്. അതിന്
അതിന് ഉറപ്പായിട്ടും പൂജ ആവശ്യമുണ്ട്. ഈ വിശ്വാസക്കൊള്ളയ്ക്ക് ചുമ്മാ മേടിച്ചുകൊണ്ട് അലമാരി വെക്കാനോ പൂജാമുറി വെക്കാനോ പറ്റില്ല. അതിന് ഉറപ്പായിട്ടും ശബരിമലയിലെ ഒന്നീ ഈ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയായിട്ടുള്ള ഈ കണ്ഠരര് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഒറിജിനൽ പോറ്റിയായിട്ടുള്ള കണ്ഠരര് രാജീവരോ അവർ പോയി വേണം അത് പ്രതിഷ്ഠിക്കാനായിട്ട്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ശരി.